കുറച്ച് കുക്കിംഗ് പരീക്ഷണങ്ങളും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടാണ് ഒരു നോർമൽ വീക്കെൻഡ് സാധാരണ കടന്നു പോകാറുള്ളത്. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുന്നത് വളരെ ചുരുക്കമാണ്. വീട്ടിൽ നിന്ന് കുറച്ച് നടക്കുമ്പോഴുള്ളൊരു പാടമാണിത്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് നെല്ലൊക്കെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ പാടത്തെ കൃഷിയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോർമലി വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം അമ്മ രാവിലെ സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഉള്ളിയും മുളകും ചമ്മന്തിയും കൂടെ ഇതിൻ്റെ ഒപ്പം ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്രൈയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് തന്നെ കുറച്ച് ബ്രൈറ്റർ കളേഴ്സ് ഞാൻ ആമസോണിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആമസോണിൽ കണ്ടത്. ഞാൻ ഓർഡർ ചെയ്ത ബേബി ഹെയർ ആക്സസറീസിൻ്റെ കളർ വന്നിട്ട് ബേബി പിങ്ക് ആയിരുന്നു. ഇതിപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് തലയിൽ വെക്കാനുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിപ്സൊക്കെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയത് ഫിഷ് ബിരിയാണിയാണ്. മാസത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയോ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഫിഷ് വന്നിട്ട് പൂമീൻ എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അത് നല്ല ദശക്കട്ടിയുള്ള ഫിഷാണ്. ഏത് ദശക്കട്ടിയുള്ള ഫിഷ് കൊണ്ടും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അധികം ദശക്കട്ടി ഇല്ലാത്ത ഫിഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ഫിഷ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു എടഞ്ഞ മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറിക്കുന്ന എടഞ്ഞ ഇല ഞാൻ ഈ ബിരിയാണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ബിരിയാണി മസാലയിൽ സാധാരണ ബേ ലീഫ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ ഒരു ലീഫാണ് എടഞ്ഞ ഇല. എടഞ്ഞ ഇല എന്തെന്ന് അറിയാത്തവർക്കായിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബേ ലീഫ് എന്ന് പറയുന്ന എടഞ്ഞ ഇല. ബിരിയാണിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ കുറച്ച് ചീര നട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം വന്നു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒന്ന് കടച്ചിട്ട് ചെറിയ ഒരു തടം ഉണ്ടാക്കി. അതിൽ നല്ല ഇനം ചീര വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല ഇനം ചീര വിത്താണ്. ഇതിങ്ങനെ നമ്മൾ തടം പോലെ എടുത്തിട്ട് കുറച്ചൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വേപ്പിൻ പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ടൊക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇവിടെ പക്ഷെ ഞാൻ വെറുതെ വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചീരയുടെ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇതുപോലെ തേങ്ങയുടെ മടൽ കൊണ്ട് ഒരു തടം പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ചീര എവിടെയാണ് നമ്മൾ നട്ടേക്കുന്നത്, എവിടെയാണ് മുളച്ച് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നനച്ചു കൊടുക്കാം. ചീര സാധാരണ രാവിലെയാണ് നമ്മൾ നനയ്ക്കാറുള്ളത്. അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് കസിൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം നമുക്ക് ചെറായി ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കസിൻസിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ ചെറായി ബീച്ചിലെത്തി. ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയിരുന്നു ചെറായി ബീച്ച്. കുറേ കഷ്ടപ്പെട്ടിട്ട് ആ കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് വരെ കിട്ടിയത്. നല്ല ചൂട് ചായയും അതുപോലെ തന്നെ കടിയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്സ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. വൈകുന്നേരം നമുക്ക് ഇവിടെ വരുമ്പോൾ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോകാവുന്നതാണ്. സൺസെറ്റിൻ്റെ സമയത്ത് നമ്മൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഹരുവമ്മ വരാം. അങ്ങനെ ഏകദേശം 7:30 ആയപ്പോൾ നമ്മൾ ചെറായി ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നന്നായി വൈകിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ദിവസം ഇവിടെ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.